ഇന്നലെ വൈകുന്നേരം നടന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ചർച്ചകൾ ആവശ്യമാണെന്നും പക്ഷേ ബലം പ്രയോഗിക്കില്ല എന്നും അദ്ദേഹം പ്രസ്താവിച്ചതിന് പുറമെ ഗ്രീൻലാൻഡ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു കരാറിനുള്ള ചട്ടക്കൂട് നിലവിൽ വന്നു. കൂടാതെ ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ആദ്യം നിശ്ചയിച്ച താരിഫ് ഏർപ്പെടുത്തില്ല എന്ന് ട്രംപ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ 3 സുപ്രധാന US സ്റ്റോക്ക് സൂചികകൾ കുത്തനെ ഉയരുകയും സ്വർണവും വെള്ളിയും ഇടിയുകയും ചെയ്തു. പുറമെ ഇറാനെതിരെ കൂടുതൽ നടപടി ഉണ്ടാവില്ലെന്ന പ്രതീക്ഷ സാഹചര്യത്തിന് അനുകൂലമായതോടെ നിക്ഷേപകർ വിൽപ്പന സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ 3 തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനമുണ്ടായത്. രാവിലെ പവന് 3680 രൂപയും ഉച്ചയ്ക്ക് മുൻപ് 1800 രൂപയും ഉയർന്നിരുന്നു. എന്നാൽ വൈകുന്നേരം 480 രൂപ കുറയുകയും ചെയ്തു. 2026 സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചും ആദ്യപാദത്തിലെ എത്തി നിന്നേക്കാവുന്ന ഉയരങ്ങളെക്കുറിച്ചും വ്യക്തമായ സൂചന നൽകിക്കൊണ്ട് മുൻപ് വീഡിയോ ചെയ്തതാണ്. സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവരോട് സമയമുള്ളവരോട് വീണ്ടും കാത്തിരിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്തവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ഇന്നലെ 3ാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4865 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ $4829 പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് വിപണി വീണ്ടും താഴേക്ക് ഇറങ്ങുകയും ഇപ്പോൾ $4791 പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് 15,380 രൂപയായിരുന്നു. വൈകി വരുന്ന ഇന്നത്തെ തങ്കവിലയും ഇന്നത്തെ തങ്കവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിച്ചേക്കാവുന്ന തുകയും 11 മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് പവന് 1680 രൂപ കുറഞ്ഞു. ഇന്ന് 22/1/2026 പവന് 1,13,160, ഗ്രാമിന് 14,145. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.